തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയോട് ആയമാരുടെ ക്രൂരത. കിടക്കയിൽ മൂത്രമൊഴിച്ച കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു. 3 ആയമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുന്നു. റിനു ശ്രീധർ, ശിശുക്ഷേമ സമിതിയിൽ ഇപ്പോൾ സെക്രട്ടറിയുടെ പ്രതികരണം നമ്മൾ കണ്ടു. ഒരു കുഞ്ഞിനോട് കാണിക്കാൻ ഒരിക്കലും പാടില്ലാത്ത ക്രൂരതയാണ് ശിശുക്ഷേമ സമിതി പോലെയുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായ ആയമാർ ചെയ്തിരിക്കുന്നത്. ഈ അറസ്റ്റിലായ 3 പേരും ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചവരാണോ? സുജയ, റോഷ്നി, മഹേശ്വരി, സിന്ധു എന്നീ 3 താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള ആയമാരാണ് ഇപ്പോൾ മ്യൂസിയം പോലീസിന്റെ കസ്റ്റഡിയിൽ ആയിരിക്കുന്നത്. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയായിട്ടുള്ള കുട്ടിക്കെതിരെയാണ് അതിക്രൂരമായിട്ടുള്ള ഒരു പീഡന മുറ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് ഈ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിന് പിൻഭാഗത്തായി വലിയ രീതിയിൽ മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ്. നഖം കൊണ്ടുള്ള മുറിവാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി പറയുന്നത്. ഈ കുട്ടിയെ കുളിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഈ മുറിവ് ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് CWDC ചേരുകയും ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും പരാതിയായി തന്നെ നൽകുകയും ചെയ്തു എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. തുടർന്നാണ് ഇന്നിപ്പോൾ ഈ 3 ആയമാരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പക്ഷേ പോലീസ് കൃത്യമായി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ആരാണ് ഈ കുട്ടിക്കെതിരെ ഈ പാതകം ചെയ്തത് എന്നുള്ളതാണ് കാര്യം. അതിക്രൂരമായിട്ടുള്ളൊരു നടപടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ കുട്ടിക്കെതിരെ ഈ ആയമാർ നടത്തിയത്. ഇവരിൽ ആരാണ് ഇത്തരത്തിൽ ഈ കുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചത് എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. എന്തായാലും കുട്ടിയെ ആരോഗ്യപരമായിട്ടുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടി കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യപരമായ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഇവരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടില്ല. നിലവിൽ പോലീസ് മെഡിക്കൽ ഉൾപ്പെടെയുള്ള പരിശോധനകൾ എടുത്തതിനു ശേഷം ഇവിടേക്ക് എത്തിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ ഈ മുറിവ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഈ ശിശുക്ഷേമ സമിതി നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്കെതിരെയുള്ള ഈ ഒരു കുറ്റകൃത്യം തടയുന്ന വകുപ്പുമായി ബന്ധപ്പെട്ട് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും എന്നുള്ളതാണ്. തുടർന്നായിരിക്കും പോലീസ് അന്വേഷണത്തിലേക്ക്, അതായത് വിശദമായിട്ടുള്ളൊരു അന്വേഷണം കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. കാര്യം ഈ കുട്ടിക്കെതിരെ ഈ 3 പേരിൽ ആരാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇവർ 3 പേരും താൽക്കാലിക ജീവനക്കാരാണ്. ഇവിടുത്തെ ഈ അനാഥരായിട്ടുള്ള ഉൾപ്പെടെയുള്ള കുട്ടികളെ പരിചരിക്കേണ്ടുന്ന ചുമതലയാണ് ഇവർക്ക് ഉള്ളത്. ഈ പരിചരിക്കേണ്ടത്, അതായത് ഉറ്റവരും ഉടയവരും ഇല്ലാത്ത കുട്ടികൾക്ക് ഉറ്റവരും ഉടയവരുമായി തീരേണ്ട ഇവർ തന്നെയാണ് ഈ പാതകം ചെയ്തത് എന്നുള്ളതാണ് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി പറയുന്നത്. പക്ഷേ ഈ വാർത്തകൾ വരും പോലെ അത്ര വലിയ ഒരു പ്രശ്നമല്ല എന്നുള്ളത് പറയുമ്പോഴും കുട്ടിക്കെതിരെ വലിയ രീതിയിലുള്ളൊരു പീഡനമുറ പ്രയോഗിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും പോലീസ് കൃത്യമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട്. പോലീസ് ഈ 3 ആയമാരെയും ഉറപ്പാക്കുമെന്ന് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞിനോടാണ് ഈ ക്രൂരത കാണിച്ചത്. ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിന്റെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി അതിന് പരിചരണത്തിനായി നിയോഗിച്ച ആളുകളാണ് ഈ കൊടും ക്രൂരത കാണിച്ചത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലിപ്പോൾ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്താൻ പോകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിനിടയിൽ ശ്രദ്ധയിൽപ്പെട്ട ഈ മുറിവ് എത്ര ദിവസങ്ങൾക്ക് മുൻപ് ഇവർ ഏൽപ്പിച്ചതാണ്? ചോദ്യം ചെയ്യലിൽ ഈ 3 പേരും ഈ കുറ്റം സമ്മതിച്ചോറിനു. സുജ, ഈ കുട്ടിയുടെ കുളിപ്പിക്കുന്നതിനിടയിലാണ് ഈ മുറിവ് കണ്ടെത്തുന്നത്. പക്ഷേ ഈ മുറിവിന് കൂടുതൽ ദിവസത്തെ പഴക്കമില്ല എന്നുള്ളതാണ്. ഈ അന്വേഷണത്തിലൂടെ മാത്രമേ എന്നാണ് ഈ കുട്ടിക്കെതിരെ ഈ ആക്രമണം ഉണ്ടായത് അല്ലെങ്കിൽ ഈ ക്രൂരത ഉണ്ടായത് എന്നുള്ളത് കണ്ടെത്തുവാൻ വേണ്ടി കഴിയൂ. അതിനാവശ്യമായിട്ടുള്ള മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും കുട്ടിക്കെതിരെ ഒരു പീഡനമുറ പ്രയോഗിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഈ 3 പേർക്കെതിരെയും നടപടിയിലേക്ക് കടന്നത്. പക്ഷേ ഇവരിൽ ആരാണ് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തത് എന്നുള്ളതാണ് കൃത്യമായി കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. അത് പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തും എന്നുള്ളതാണ്. പക്ഷേ ഈ മുറിവിന് വലിയ രീതിയിൽ കാലപ്പഴക്കമില്ല, അല്ലെങ്കിൽ ദിവസങ്ങളോളം പഴക്കമില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് ഇത് നടന്നത് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ആരോഗ്യ വകുപ്പിന്റെ അല്ലെങ്കിൽ മെഡിക്കൽ സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത്തരമൊരു കൃത്യമായിട്ടുള്ളൊരു വിവരം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഈ 3 പേരെയും എടുത്തിട്ടുണ്ട്.
തീർച്ചയായും ഇക്കാര്യത്തിൽ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ വിശദീകരണം തേടിയിട്ടുണ്ട്. എന്തായാലും വിശദീകരണം നൽകുമെന്നുള്ളത് തന്നെയാണ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പറയുന്നത്. കാര്യം അദ്ദേഹം ഈ വാർത്തകൾ വരുമ്പോൾ അത്ര വലിയ കാര്യമല്ല, ചെറിയൊരു മുറിവാണെന്ന് പറയുമ്പോൾ പോലും ഈ കുട്ടി 2.5 വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയാണ്. ഈ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിലും അതിൻ്റെ പിൻഭാഗത്തുമായി ഇത്തരം ഒരു മുറിവ് കാണപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ കാര്യമായി തന്നെ നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്നു. സമാനതകളില്ലാത്ത ഒരു ക്രൂരത തന്നെയാണ് ഒരു കുഞ്ഞിനോട് അവർ ചെയ്തിരിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. 2.5 വയസ്സ് മാത്രമാണ് ആ പെൺകുഞ്ഞിന്റെ പ്രായം. ആ പെൺകുഞ്ഞിനോട് അവർ കാട്ടിയത് കൊടും ക്രൂരതയാണ്. ആ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവുണ്ടാക്കുന്നു. അവളെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ആയമാരാണ്. ശിശുക്ഷേമ സമിതി പോലെ ആ കുഞ്ഞിന് ഏറ്റവും സംരക്ഷണം കിട്ടേണ്ട ഒരു സംവിധാനത്തിനകത്താണ് ഇത് നടന്നിരിക്കുന്നത് എന്നതും ഈ കുറ്റകൃത്യത്തിന്റെ തീവ്രത കൂട്ടുകയാണ്. കിടക്കയിലൊന്ന് മൂത്രമൊഴിച്ചാൽ 2.5 വയസ്സുള്ള കുഞ്ഞിനെ ഇങ്ങനെയാണോ നിങ്ങൾ നോക്കുന്നത് എന്ന ചോദ്യം ശിശുക്ഷേമ സമിതിയും നേരിടേണ്ടി വരും. കാരണം അവർ നിയോഗിക്കുന്ന ആയമാർ കൃത്യമായ അവബോധത്തോടുകൂടി എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പരിചരിക്കേണ്ടത് എന്ന കൃത്യമായ ബോധ്യത്തോടെ ആ ജോലി നിർവഹിക്കേണ്ടവരാണ്. അങ്ങനെ കൃത്യമായി ഈ കാര്യങ്ങൾ അറിയാത്ത കുഞ്ഞുങ്ങളോട് ഒന്ന് മൂത്രമൊഴിച്ചാൽ പോലും ഇങ്ങനെ ഉപദ്രവിക്കുന്ന ആളുകളെ നിയോഗിച്ചതിന് ശിശുക്ഷേമ സമിതിയും മറുപടി പറയേണ്ടി വരില്ലേ? റിനു ശ്രീധർ. സുജയ, എന്തായാലും ഈ കുട്ടിക്കെതിരെ എന്തായാലും സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിക്രൂരമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ ആയമാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഒരു ദയവും ഇവർ അർഹിക്കുന്നില്ല. കാരണം ഇവർ പരിപാലിക്കേണ്ടുന്ന കുട്ടികളാണ്. ഇവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരിൽ ആരാണത് ചെയ്തത് എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. അത് പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തും എന്നുള്ളതാണ്. എന്തായാലും കുട്ടിക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. എന്തായാലും ഈ 3 പേരെയും പ്രതികളായി ആരോപിക്കപ്പെടുന്ന 3 പേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടില്ല. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇവിടേക്ക് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. നമുക്ക് ഇതേ വാർത്തയിലേക്ക് തിരികെ എത്താം.